ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡി സ്പേസ്. ഇറങ്ങി 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമ 23.5 കോടിയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത്. ഇന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് 10 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 7 കോടിയിലേക്ക് ഇതുവരെ എത്തിയിരിക്കുന്നു കേരളത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ നിൽക്കുകയാണ്. പക്ഷേ മമ്മൂട്ടിക്ക് നഷ്ടം 25 കോടിയോളമാണ്. അതെങ്ങനെയെന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ വേറെ ഒന്നുമല്ല, നല്ല ലെവലിൽ മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ സിനിമ ഇതിനോടകം 50 കോടി കടന്നേനേയും എന്നുള്ളത് തന്നെയാണ്. ഇത് സാധാരണ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും പറയുന്നതാണ്. പലരും ഇന്നും ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. ഇങ്ങനെ ഒരു സിനിമ മമ്മൂട്ടിയുടേതാണെന്ന് പോലും ചിലർ അറിഞ്ഞിട്ടില്ല. അതൊക്കെയാണ് ഇതിൻ്റെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ മാർക്കറ്റിങ്ങിൻ്റെ പിഴവ് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. നല്ല ലെവലിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്ത് വെച്ചിട്ട് മമ്മൂട്ടി എന്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നു. ആ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കയ്യിലും അല്ലെങ്കിൽ ആരുടെയും കയ്യിലില്ല. അത് മമ്മൂട്ടി കമ്പനിയുടെ കയ്യിൽ മാത്രമാണ്. ഒരു പക്ഷേ അവരുടെ കോൺഫിഡൻസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കണ്ടതായിരിക്കാം. ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇനി കൂടുതൽ കാശ് മുടക്കണ്ട, നല്ല ലാഭത്തിലായിട്ടുണ്ടാവാം. പക്ഷേ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ സിനിമ 50 കോടി ക്ലബിൽ കയറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് അത് തന്നെയാണ് വെളിവാക്കുന്നത്. ഇന്ന് ശനിയാഴ്ച നോക്കുമ്പോൾ ഇതുവരെ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ബുക്കിങ്ങും കാര്യങ്ങളൊന്നുമല്ല. ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇതുവരെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വന്നിരിക്കുന്നു. രാവിലെ മോർണിംഗ് സെക്ഷനിൽ തന്നെ വന്നിരിക്കുകയാണ്. അതായത് ഇന്ന് ഏകദേശം 40 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും കേരള കളക്ഷൻ മാത്രം. ഒരു രീതിയിലുള്ള മാർക്കറ്റിങ്ങും ഇല്ലാത്ത ഒരു സിനിമ, പലരും അറിയാത്ത ഈ ഒരു സിനിമ ഒരുപക്ഷെ OTT-യിലൊക്കെ വന്നു കഴിയുമ്പോൾ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പേര് വരുമെന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം സിനിമ കണ്ടിറങ്ങുന്നവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷേ എവിടെയോ പാളി. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് പറയാനുള്ള ഇന്നലെ ഇറക്കിയ ആ ഒരു സക്സസ് ടീസർ, ആ ടീസറാണ് ആദ്യം ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇടിച്ചു കയറിയനെ. ഇത് എതിരാളികൾ പോലും ഉറപ്പിച്ച് പറയുന്നതാണ്. പലപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റിൽ നടക്കുന്ന അങ്ങനെയുള്ള ഫാൻസ് പോലും പറയുന്നു, ശരിയാണ് സിനിമ കാണാൻ നല്ല രസമായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ, അല്ലെങ്കിൽ അവർ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, മാർക്കറ്റിങ്ങിൽ വട്ടപൂജ്യം എന്നുള്ള ലെവലിൽ. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മമ്മൂട്ടിക്ക് നഷ്ടമായത് 25 കോടിക്ക് മുകളിലാണ് ഇന്നേ ദിവസം വരെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നഷ്ടം കൂടുകയുള്ളൂ. പടം ഹിറ്റ് സ്റ്റാറ്റസും ലാഭവുമൊക്കെ ആയിരിക്കാം, പക്ഷേ ഒന്ന് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഡബിൾ അടിച്ചേനേയും. അഭിപ്രായത്തിൽ വ്യത്യാസമുള്ളവർക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.